ജയോ ചേച്ചി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. വിന്താലു പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന വിഭവമാണെന്ന് പറയുന്നുണ്ടെങ്കിലും കൊച്ചിക്കാർക്കിത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഇതിനൊരു വ്യത്യസ്ത രുചി തന്നെയാണ്. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വരൂ വീഡിയോയിലേക്ക്. ഇത് മുരിങ്ങാത്തൊലിയാണ്. ഈ മുരിങ്ങാത്തൊലിയും അരച്ചതിൽ ചേർക്കണം. വിന്താലുവിൻ്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇതും കടുക് പരിപ്പും ചേർക്കുന്നതിലൂടെയാണ്. ഇതാണ് കടുക് പരിപ്പ്. കടുക് പരിപ്പ് ഇല്ലെങ്കിൽ കടുകും ചേർക്കാം. പക്ഷെ കടുക് ചേർക്കുമ്പോഴേക്കും ചിലപ്പോൾ കളർ കുറച്ച് ഡാർക്കായിട്ട് പോകും. നമ്മുടെ വിന്താലുവിന് നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടില്ല. ചുമന്ന കളർ മാറി ഒരു ബ്രൗണിഷ് കളറായിട്ട് മാറും. അതുകൊണ്ട് കടുക് പരിപ്പ് തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കടുക് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം കല്ലിൽ വെച്ചൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തില്ലെങ്കിൽ അതിൻ്റെ നാരും ഇതൊന്നും അരയാണ്ട് കിടക്കും. അത് കറി വയ്ക്കുമ്പോഴേക്കും അത് വായിൽ കടിക്കാനിടയാകും. അതുകൊണ്ട് അത് കല്ലിൽ വെച്ച് അരച്ചെടുക്കുന്നതാണ് നല്ലത്. അതല്ല കല്ലില്ലെങ്കിൽ നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കല്ലിൽ വെച്ച് അരച്ചെടുക്കുമ്പോഴേക്കും വടിയെ അരച്ചെടുക്കണം. അത് ചൊറുക്ക തൊട്ട് അരക്കുന്നതാണ് നല്ലത്, വെള്ളം തൊടാതെ. ചൊറുക്ക തൊട്ട് കല്ലിൽ വെച്ച് അരച്ചെടുക്കുക. ചൊറുക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചൊറുക്ക തൊട്ടാണ് ഇത് അരക്കാൻ പോകുന്നത്. അരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വീണ്ടും വരാം. അരച്ചുകൊണ്ടിരിക്കുന്ന അരപ്പാണത്. നല്ലപോലെ വലിയ പോലെ എടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുമുളക് ഇതെല്ലാം അരിഞ്ഞെടുത്തേക്ക്. ആ എണ്ണയിലേക്ക് ആദ്യം വേപ്പിലിടുക. അതിനുശേഷം അരിഞ്ഞു വെച്ചതെല്ലാം നന്നായിട്ട് മുരിയുന്ന വരെ ഇളക്കുക. ഇപ്പോൾ മുരിഞ്ഞ് വരുമ്പോഴേക്കും തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീ മുളക് പൊടിയൊക്കെ ഇടുമ്പോഴേക്കും കരിഞ്ഞു പോകും. തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടുക. മുരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഇടുക. അത് മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മുരിങ്ങാത്തൊലിയും മസാലകളെല്ലാം ഇതെല്ലാം കൂടി അരച്ച അരപ്പാണത്. അരകല്ലിൽ വെച്ച് അരച്ചെടുത്ത അരപ്പാണത്. അത് ഇട്ട് അതിലേക്ക് ഇറച്ചിയുടെ വെള്ളം ഒഴിക്കും. ഇറച്ചിയുടെ വെള്ളമാണ് ഒഴിച്ചത്. ഇറച്ചിയിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി തിളപ്പിക്കണം. കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഇടുക. ഉപ്പിട്ട് വേവിച്ച ഇറച്ചിയായിരുന്നു, എന്നാലും നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ കാരണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ ബീഫ് വീന്താലും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രുചിയായിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും മസാലകളും എല്ലാം കൂടി ചേർന്നൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വായിൽ വെള്ളമൂറും ബീഫ് വീന്താലും.